പാപലേശമില്ലാതെ ഭൂമിയിൽ ജനിച്ച ഒരുവൻ പോലുമില്ലെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, അങ്ങനെ പാപം ചെയ്ത ജനകോടികൾ അവരുടെ ഹൃദയം പിശാചിന് വാസം ചെയ്യുവാൻ ജീവന്റെ സിംഹാസനം തുറന്നു കൊടുത്തു. അങ്ങനെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞ് നാളിതുവരെ വളർന്നു വന്നത് പിശാചിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. പിശാച് അവനെ അടിമയാക്കി വെച്ചിരിക്കുന്നു. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അതിന്റെ ദാസനാകുന്നു. അതുകൊണ്ടാണ് സ്നേഹിതന്മാരെ, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര വിവരമുണ്ടെങ്കിലും, സാങ്കേതിക തികവുണ്ടെങ്കിലും ആളുകൾക്ക് പാപത്തിന് മേൽ ജയം നേടാൻ കഴിയാതിരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് പിശാചാകയാൽ എത്ര ആഗ്രഹിച്ചാലും അതിന്റെ മേൽ ജയം നേടാൻ കഴിയാതിരിക്കുന്നു. എന്നാൽ എന്താണ് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത്? അങ്ങനെ പിശാച് കുടികൊള്ളുന്ന ഹൃദയത്തിൽ സുവിശേഷം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? വെളിപ്പാട് 3:20 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളത്തിൽ വരും. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. കർത്താവായ യേശുവാണ് സ്വർഗത്തിന്റെ നിയന്ത്രിതാവ്. അവനാണ് ഭൂമണ്ഡലത്തെ നിയന്ത്രിക്കുന്നത്. പാതാളത്തിന്റെ നിയന്ത്രണവും അവന്റെ കൈവശമാണ്. സ്വർലോകമാകട്ടെ, ഭൂലോകമാകട്ടെ, അധോലോകമാകട്ടെ അവന്റെ കൈപ്പിടിക്കുള്ളിലിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും നിയന്ത്രണം അവന്റെ പക്കലാണ്. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന് നിയന്ത്രണമില്ലാത്ത, അവകാശമില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഞാൻ വളരെ നടുക്കത്തോടെ പറയുന്നു, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതാണ് പാപിയായ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. യേശു ഒരിക്കലും ബലാത്കാരമായി ഒരു മനുഷ്യന്റെ ഹൃദയം സ്വന്തമാക്കയില്ല. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കും. അതാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കർത്താവായ യേശു അഖിലാണ്ടത്തിന്റെ ഉടയവനും നിയന്ത്രിതാവും സർവ്വവ്യാപിയുമായിരിക്കെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുക്കൽ ഹൃദയ കവാടത്തിന് അരികിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം തന്ന് നിങ്ങളുടെ ജീവന്റെ സിംഹാസനത്തിൽ ആരൂഢനാകുവാൻ, നിങ്ങളെ ശുഭകരമായ തുറമുഖത്തേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിൽ നിന്ന് മുട്ടുന്ന സമയമാണ് നിങ്ങൾ സുവിശേഷം കേൾക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ സുവിശേഷം കേട്ട് ഒടുവിൽ തീരുമാനം നിങ്ങൾ എത്തിച്ചേരേണ്ടി വരുന്നു. യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കണമോ വേണ്ടയോ? യേശുവിനെ ഉള്ളത്തിൽ അംഗീകരിക്കണമോ വേണ്ടയോ? മതം മാറണമോ എന്നല്ല, പേര് മാറണമോ എന്നല്ല, തീർത്ഥാടനം ചെയ്യണോ എന്നല്ല, ദൈവത്തിന് കാശ് കൊടുക്കണമോ എന്നല്ല, അതൊന്നും ബൈബിൾ ആവശ്യപ്പെടുന്നില്ല. പകരം നിങ്ങളുടെ ഹൃദയം യേശുക്രിസ്തുവിന് കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ സ്വമനസ്സോടുകൂടെ യേശുവിന് ഹൃദയം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവായ യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരികയും നിങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് ജീവന്റെ സിംഹാസനത്തിൽ അവൻ ആരൂഢനാകുകയും നിങ്ങളെ ശുഭകരമായ പാന്താവിലൂടെ നടത്തി അനുഗ്രഹിച്ച് ഈ ലോകത്തിനപ്പുറം ശുഭകരമായ ലോകത്ത് അവനോടുകൂടെ നിത്യമായി വസിക്കുവാൻ അനുവദിക്കുകയും ചെയ്യും എന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷേ ഇതിന് മനസ്സില്ലാതെ പാപത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, ബന്ധങ്ങളെ ഭയന്ന്, ചുറ്റുപാടുകളെ നോക്കി സുവിശേഷം കൃത്യമായി കേട്ടിട്ടും യേശുവിന് ഉള്ളം കൊടുക്കാതെ ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഭയാനകതയാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്. അവർ ദൈവത്തിന്റെ പുത്രനെ ചവിട്ടുകയാണ്. ഇങ്ങനെ ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ സുവിശേഷം കേട്ട് ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളിൽ ആരെങ്കിലും ഒരാൾ യേശുവിന് ഉള്ളം കൊടുക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ രണ്ട് കൈയും വിരിച്ച് നിങ്ങളെ തടഞ്ഞുകൊണ്ട് പറയും, കുഞ്ഞേ പോകരുത്, എന്നെ കൂടാതെ പോകരുത്, എന്നെ വിട്ടേച്ച് പോകരുത്, നാശത്തിലേക്ക് പോകരുത്, നിനക്കായി ഞാൻ മരിച്ചു, എന്റെ അണിപ്പാളുടെ കരം കാണുക, നിനക്ക് വേണ്ടി മുറിവേറ്റ കരമാണ് കുഞ്ഞേ, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചതാണ്, എന്നെ കൂടാതെ പോകരുത്. അങ്ങനെ നിങ്ങളോട് പലവട്ടം പറഞ്ഞ് യേശു നിങ്ങളുടെ മുൻപിൽ തടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ തട്ടിമാറ്റി അവന്റെ ചങ്കത്തെ ചവിട്ടിയല്ലാതെ സ്നേഹിത എഴുന്നേറ്റ് പോകാൻ കഴിയുകയില്ല. ആ പാപം ഒരിക്കലും സ്വർഗം ക്ഷമിക്കയില്ല. ദൈവത്തിന്റെ പുത്രനെ ചവിട്ടിക്കളയുകയും. അടുത്തതെന്താണ്? രണ്ടാമത്തെ പാപം, 29ാമത്തെ വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം മലിനം എന്ന് നിരൂപിക്കുക. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? കർത്താവായ യേശുവിന്റെ ചോരയെക്കുറിച്ചാണ് പരിശുദ്ധാരൂപി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തമോ? ഈ വാക്കെല്ലാം വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് ഒതുക്കി നിർത്താൻ ഞാൻ പരിശ്രമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ചോരയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അന്നത്തെ ലോകത്തിനത് മനസ്സിലായി കാണുകയില്ല. പക്ഷേ കഴിഞ്ഞ 21 നൂറ്റാണ്ടായി യേശു ക്രിസ്തു ചൊരിഞ്ഞ 33.5 വയസ്സിലെ തിളയ്ക്കുന്ന ചോരയുടെ ഗുണമെന്താണെന്ന് ജനകോടികൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നും ക്രിസ്തുമാർഗം ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് കേവലം കുറെ ആശയങ്ങൾ സംവേദിപ്പിച്ചുള്ളതല്ല, കുറെ ആശയങ്ങൾ ചിന്താഗതിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളതല്ല, ഏതെങ്കിലും കുറെ കർമ്മമാർഗത്താൽ നിബിഡമായതല്ല. പിന്നെയോ യേശു ക്രിസ്തുവെന്ന ആളത്വത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതും ക്രിസ്തുവിന്റെ ചോര ചൊരിച്ചിലാൽ മാത്രം ആരംഭിച്ച് തുടരുന്നതുമായ ഏതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്തു മാർഗം മാത്രമാണ്. യേശുവിന്റെ ചോരയുടെ
ക്രിസ്തുവിന്റെ 5 സവിശേഷതകൾ വേദപുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ വിവരിക്കയില്ല, ഒരു കാര്യം മാത്രമേ വിവരിക്കൂ. ബാക്കി 4 കാര്യം പറഞ്ഞു പോകാം. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ പറയുന്നു. യേശുക്രിസ്തുവിന്റെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മാത്രം ഗുണം എന്താണ്? അടിവര 2 വട്ടം ഇടുക. അവന്റെ രക്തത്തിന്റെ മാത്രം ഗുണം എന്താണ്? 1, ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് മാത്രമുള്ള ഗുണം. 1000 യാഗമൃഗങ്ങളെ യെരുശലേമിൽ യാഗമർപ്പിച്ചു. സ്നേഹിതന്മാരെ, മൃഗങ്ങളെ ചോര കൊണ്ട് യെരുശലേമിലെ യാഗത്തിന്റെ പരിസരം, യാഗപീഠത്തിന്റെ പരിസരം തളം കെട്ടിക്കിടന്നൊരു കാലമുണ്ടായിരുന്നു. യാഗമൃഗത്തിന് നിലവിളി കൊണ്ട് അവിടെ പ്രകമ്പനം കൊള്ളുമായിരുന്നു. പക്ഷേ 1000 കാളകളെ അറുത്തത് കൊണ്ടോ ആട്ടുകൊറ്റന്മാരെ അറുത്തത് കൊണ്ടോ ആ ചോരയാൽ ജനകോടികളുടെ പാപത്തിന് പരിഹാരം വരാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞായി ലോകത്തേക്ക് അവതരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ ചോരയാൽ അത് വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ഏത് കഠിന പാപിക്കും എന്നേക്കുമുള്ള വിശുദ്ധീകരണം യേശുക്രിസ്തു വരുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ചോരയിൽ ശരണപ്പെട്ട ഞാൻ കഴിഞ്ഞ 24 വർഷം കഴിഞ്ഞു. സാധുവായി എനിക്ക് എന്റെ പാപത്തിന് പരിഹാരം കിട്ടിയെന്ന് സധൈര്യം പറയുവാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് സ്നേഹിത ഇവിടെ പരസ്യമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടേക്ക് വരുമായിരുന്നില്ല. ലോകത്തിൽ ആശ്രയിച്ച മതമാകട്ടെ, പ്രത്യയശാസ്ത്രമാകട്ടെ, ഞാൻ പിൻപറ്റിയ പാർട്ടികളാകട്ടെ, എന്റെ പാപത്തിന് പരിഹാരം തരാതെ എന്നെ നിരാശപ്പെടുത്തിയപ്പോൾ ഒരിക്കൽ പോലും കേൾക്കാത്ത സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകുകയും ആ സുവിശേഷം ജീവിതത്തിൽ സത്യമായി ഭവിക്കുകയും ചെയ്തപ്പോൾ 1980 ഡിസംബർ മാസം ഒരു വെള്ളിയാഴ്ച രാത്രി എന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ആ സാധ്യത എന്താണെന്ന് അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഇന്നുവരെ എന്റെ പാപപരിഹാരത്തിനായി ഒരു മതകർമ്മം ഞാൻ ആചരിക്കുവാൻ ആവശ്യം വന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ 6 മാസം കഴിഞ്ഞ്, 5 ആഴ്ച കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ് അങ്ങനെയാണ് പാപക്ഷമ കിട്ടുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പ്രസംഗിക്കുമായിരുന്നില്ല. ക്രിസ്തുവിനെ ആര് വിശ്വസിക്കുന്നുവോ അരക്ഷണത്തിനുള്ളിൽ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം തരുമെന്ന് എന്റെ ദൈവം പ്രസ്താവിക്കുകയും അരുളി ചെയ്യുകയും അത് സത്യമാണെന്ന് അനുഭവിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുകയും ചെയ്തു. യേശുവിന്റെ ചോരയുടെ പ്രത്യേകത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, ഈ രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിക്കുന്നു. ഈ രക്തമാണ് ഏത് മനുഷ്യനും പുണ്യാഹ രക്തമായി പരിണമിക്കേണ്ടത്. ഇതെവിടെ തളിക്കപ്പെടുന്നുവോ അവിടെ വിശുദ്ധമായി മാറും. തീർന്നില്ല. യേശുവിന്റെ രക്തത്തിന്റെ മാത്രം പ്രത്യേകത ഒരു വാക്കൊന്ന് വായിക്കാം. എബ്രായലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം നോക്കുക. അതല്പമൊന്ന് നോക്കാൻ ആവശ്യമുണ്ടോ എന്ന് ഞാൻ കരുതുകയാണ്. നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനുമായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ് ഗുണകരമായി സംസാരിക്കുക. അതെന്തായിരിക്കാം ഗുണകരമായി സംസാരിക്കുന്നത്? അറിയാനൊരു ആവശ്യം നമുക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ വേറൊരു ചോദ്യം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. അപ്പോൾ ഈ ഹാബേൽ ആരാണ്? ഹാബേൽ രക്തം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബൈബിൾ അറിയാവുന്നവരെ ഞാൻ പ്രധാനമായി പരിഗണിക്കുന്നില്ല. വേദപുസ്തകം എത്ര പരിചയമില്ലാത്ത ചിലരുണ്ടായിരിക്കും. അവരോട് ഞാൻ പറയട്ടെ, വേദപുസ്തകങ്ങൾ വായിച്ചു നോക്കുക. മാനവ ചരിത്രത്തിലെ 1ാമത്തെ രക്തസാക്ഷിയായിരുന്നു ഹാബേൽ. അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന ഏക കാരണത്തിന് തന്റെ സഹോദരൻ കയീൻ അദ്ദേഹത്തെ അരുങ്കൊല ചെയ്തു. അങ്ങനെ മരിച്ചു വീണ ഹാബേലിന്റെ ചോര ദൈവത്തോട് നിലവിളിച്ചു എന്ന് ബൈബിളിലെ 1-ാമത്തെ പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ നാളുകൾ ആയിരക്കണക്കിന് ദൈവദാസന്മാരുടെ ചോര ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി ഇവിടെ തീർന്നിട്ടുണ്ട്. മാത്രമല്ല, ഏകദേശ കണക്കനുസരിച്ച് 1-ാം നൂറ്റാണ്ട് മുതൽ AD 313 വരെ ലോകത്ത് നടന്ന 10 കഠിനമായ ക്രൈസ്തവ പീഡയിൽ ഒരു 30 ലക്ഷം ദൈവമക്കളെങ്കിലും അതിദാരുണമായി വധിക്കപ്പെട്ടുവെന്ന് ലോക ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അനേക തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഭരണകർത്താക്കൾ